നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. നോ അവൻ കേക്കാണ് ഇത്. നമ്മൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസ് ആയിട്ട് നമ്മൾ ഈ ബ്രെഡാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് ഹെൽത്തി വേർഷൻ ആക്കാൻ നോക്കിയതുകൊണ്ട് വീറ്റിന്റെ ബ്രെഡാണ് എടുത്തത്. അന്ന് ബാക്കി വന്ന ആ വിപ്പിംഗ് ക്രീം ഇല്ലേ, അതുകൊണ്ട് ഇവിടെ ഞാൻ വാനില കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വാനില എസൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അലങ്കോലപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് സിറപ്പിൻ്റെ ഒരു ചെറിയ പാക്കും എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ വിപ്പിംഗ് ക്രീം തീർന്ന വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. ബാലൻസ് വന്ന വിപ്പിംഗ് ക്രീം എല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മാത്രം വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടും. ഇപ്പം ക്രീം ഇവിടെ സെറ്റായി കഴിഞ്ഞ് നമുക്ക് കേക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. ഞാനിവിടെ വീറ്റ് ബ്രെഡ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ബ്രെഡും എടുക്കാം. ഇവിടെ നിലവിൽ വീറ്റ് ബ്രെഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കവി എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓരോ ലെയർ ബ്രെഡ് വെക്കുമ്പോഴും നന്നായിട്ട് ക്രീം തേച്ച് വെച്ചിട്ട് വീണ്ടും അടുത്ത ലെയർ സെറ്റാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രീം തേക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഉള്ളിൽ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ചെയ്തത് നന്നായി, നമുക്ക് അവസാനം മനസ്സിലാവും. ഇങ്ങനെ ആദ്യത്തെ ലെയർ കഴിഞ്ഞ് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ടോട്ടൽ 4 ബ്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. മുകളിൽ നന്നായിട്ട് ചെയ്തതിന് ശേഷം സൈഡും കൂടെ നന്നായിട്ട് ക്രീമെല്ലാം തേച്ച് പിന്നെ നമ്മുടെ അലങ്കോലപ്പണി തുടങ്ങി. ഞാനിവിടെ ബോർബൺ ബിസ്ക്കറ്റാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും വെക്കാം. പിന്നെ ആ സിറപ്പ് എടുത്ത് നന്നായി തലങ്ങും വിലങ്ങും ഒഴിച്ചു കൊടുക്കുക. നമ്മളെ കേക്ക് ഇവിടെ സെറ്റായി. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 20th ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്ക് എനിക്ക് ഓർമ്മയാണ്. വൻ ദുരന്തം വരുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.